ഇത് നമ്മൾ എന്താ പഠിക്കുന്നതെന്നറിയോ? ഇന്ന് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഭിന്നസംഖ്യകളെ ഹരിക്കുന്നതൊക്കെയില്ലേ, അതിൻ്റെ ആ ദശാംശ സംഖ്യകളൊക്കെ നമ്മൾ വേറെ രൂപത്തിൽ നമ്മൾ എങ്ങനെയാണ് ഹരിക്കുക എന്നാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് 1/2 എന്നുള്ള നമ്പർ ഉണ്ടല്ലോ, ഈ 1/2 എന്ന നമ്പറിനെ നമുക്ക് 1/5 എന്ന് എഴുതാൻ പറ്റും. 1/5 അല്ല, 1/2 എന്ന നമ്പറിനെ നമുക്ക് 5/10 എന്ന് എഴുതാൻ പറ്റും. 5/10 എന്ന് പറഞ്ഞാൽ 0.5 ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അതേപോലെ ഇപ്പോൾ നമ്മളൊരു 1/4നെ 25/100 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാൽ ഈ നമ്പറിനെ നമുക്ക് ഇങ്ങനെ പോയിൻ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് 0.25 എന്ന് എഴുതാമല്ലോ. ഇനിയിപ്പോൾ ഒരു 3/4നെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 75/100 എന്ന് എഴുതാം, അതായത് 0.75. അപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടിയാൽ നമുക്കതിനെ ഇങ്ങനെ മാറ്റാനറിയാം. പക്ഷേ എങ്ങനെ ഈ ഒരു രൂപത്തിലേക്ക്, അതായത് അടിയിൽ 100ഉം അടിയിൽ 10ഉം ഒക്കെയുള്ള രൂപത്തിലേക്ക് ഇങ്ങനെയുള്ള ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻസിനെ മാറ്റുക, കൺവേർട്ട് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പഠിപ്പിച്ചത്. ഫസ്റ്റ് നമ്മൾ ഈ 1/2 എന്ന നമ്പർ തന്നെ എടുക്കാം. 1/2നെ നമ്മൾ മാറ്റിയത് 5/10 എന്നാണ് അല്ലേ. എങ്ങനെയാണ് നമ്മൾ 2നെ 10 ആക്കിയിട്ടുള്ളത്? നമുക്ക് വേണ്ടത് ഇതുപോലെ അടിയിൽ 10, 100, 1000 ഇങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ 2നെ എങ്ങനെ നമ്മൾ 10 ആക്കിയത് അതാണ് പറയുന്നത്. നമ്മൾ 2നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 2ക്ക് 2 എന്നല്ലേ കിട്ടുക. 2നെ 2 തന്നെ ആക്കാൻ പറ്റുള്ളൂ. 2 × 5 ആണ് 10 അല്ലേ. 2 × 5 ആണ് 10. അപ്പോൾ നമുക്ക് 2 × 5 10 എന്ന് എഴുതാം അല്ലേ. 2 × 5 ചെയ്താൽ 10 കിട്ടും. നമ്മൾ 2 മാത്രം എഴുതുന്ന സമയത്ത് ഇവിടെ ഇതിൽ 2 എഴുതുമ്പോൾ മുകളിൽ 1 എഴുതിയില്ലേനോ. ഇപ്പോൾ നമ്മൾ ഇവിടെ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കൊണ്ട് ഈ 1നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 5ഉം അടിയിൽ 10 എന്നും വരും. ഒരു വേറെ എക്സാമ്പിളും കൂടെ കാണിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ 1/4നെയാണ് മാറ്റുന്നത് എങ്കിൽ നമ്മൾ 4നെ ഫാക്ടറൈസ് ചെയ്യാണ് കേട്ടോ. 2 കൊണ്ട് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് 2 കിട്ടും. പിന്നെയും നമ്മൾ 2 ചെയ്യും, 1 കിട്ടും. 1 കിട്ടുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് 4 = 2 × 2 എന്ന് എഴുതാം. അപ്പോൾ 4 നമ്മൾ 2 × 2 എന്ന് എഴുതിയില്ലേ. ഇങ്ങനെ നമ്മൾ 4നെ 2 × 2 എന്ന് എഴുതി. നമുക്ക് വേണ്ടത് ഈ അടിയിലുള്ള 4നെ 10, 100 അങ്ങനെയുള്ള നമ്പർ ആക്കണം. അപ്പോൾ നമ്മൾ ഈ 2നെ എങ്ങനെയാണ് നമ്മൾ 10 ആക്കുക? ഈ 2നെ 10 ആക്കാൻ 5 കൊണ്ട് ഗുണിക്കുക, ഈ 2നെ 10 ആക്കാനും 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമ്മൾ ഈ 2നെ 5 കൊണ്ട് ഗുണിക്കണം. നമുക്ക് 1/4 = 2 × 2 അടിയിൽ 4 ആയില്ലേ, മുകളിൽ 1 എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ ഓരോ 2നെയും 5 കൊണ്ട് ഗുണിക്കാം. അതായത് ഈ 2 × 2ക്ക് 2 2 ഉള്ളത് കൊണ്ട് തന്നെ 2 5നെ കൊണ്ട് ഗുണിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം മുകളിൽ 2 × 2 വരുമ്പോൾ മുകളിൽ 1 ആണുള്ളത്. പിന്നെ നമ്മൾ 2 5നെ കൊണ്ട് എക്സ്ട്രാ ഗുണിച്ചത് കൊണ്ട് മുകളിലും 2 5നെ കൊണ്ട് ഗുണിക്കണം. ഇപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? ഈ 2ഉം ഈ 5ഉം ഗുണിച്ചാൽ ഒരു 10 വരും, ഇൻറ്റു ഈ 2ഉം ഈ 5ഉം ഗുണിച്ചാൽ വേറൊരു 10 വരും. ഇപ്പോൾ 10 മുകളിലോ 5 × 5 25 =25/100 എന്ന് കിട്ടി. ഇങ്ങനെ കിട്ടിയാൽ പിന്നെ അതിന് മാറ്റൽ 0.25 ആക്കാനും നിങ്ങൾക്കറിയാം അല്ലേ. നമ്മൾ വേറെ എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. അതായത് നമ്മളൊരു 1/8 ഉള്ള നമ്പർ എടുക്കുക. നമുക്ക് 8നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 2, 4, 2, 2, 2, 1 കിട്ടി. അതായത് 8 = 2 × 2 × 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 8നെ നമ്മൾ 2 × 2 × 2 എന്ന് എഴുതിയില്ലേ. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ എഴുതാം 1/8 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ആണ്.
നമുക്ക് വേണ്ടത് ഈ ഓരോ 2നെയും 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്കതിനെ 10നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു 2ക്ക് 2 × 2 × 2 3 2 ഉണ്ട്, അതുകൊണ്ട് 3 5കളെ കൊണ്ട് ഗുണിക്കും. 5 × 5 × 5 ചെയ്യും. ഇവിടെ മുകളിൽ 1 അല്ലേ ഉള്ളത്, 1 എഴുതി ഇൻറ്റു 3 5നെ കൊണ്ട് നമ്മൾ അടിയിൽ ഗുണിച്ചില്ലേ. എക്സ്ട്രാ ആദ്യം ഉള്ളത് 3 2കൾ മാത്രമായിരുന്നു, പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്തത് 3 5കളാണ്. അപ്പം നമ്മൾ 3 5കളെ കൊണ്ട് മുകളിലും ഗുണിച്ചു. ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് എത്ര അറിയോ? അടിയിൽ ആയിട്ടുള്ളത് 10. ഇത് രണ്ടും ഗുണിച്ച 10, ഇത് 10, ഇത് 10. 3 10കൾ തമ്മിൽ ഗുണിച്ചാൽ 10 × 10 × 10, മുകളിൽ 3 5കൾ 25 × 5 125 അല്ലേ. അപ്പം നമുക്ക് 125 ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടി. നമുക്ക് വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ 8 ഒക്കെ അല്ലേ ചെയ്തത്, നമ്മൾ 1/14 അല്ലെങ്കിൽ 2/14 ചെയ്യുകയാണ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ഈ 14നെ ഫാക്ടറൈസ് ചെയ്യും. 14നെ ഫാക്ടറൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് 2 20 2 10 2 5 5 1 ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് 40നെ എങ്ങനെ എഴുതാം? 2 × 2 × 2 × 5 എന്ന് എഴുതി, മുകളിൽ ഓൾറെഡി ഉള്ള 2 എഴുതി. ഇപ്പോൾ നമ്മുടെ ഈ 2ക്ക് ഇവിടെ ഒരു 5നെ വേണം, ഇതിനൊരു 5നെ വേണം, ഈ 2ക്ക് ഒരു 5നെ വേണം, ഈ 5ന് 10 ആവാൻ ഒരു 2 വേണം അല്ലേ. അപ്പോൾ നമ്മൾ ഈ 2/10നെ 2/14 എഴുതുകയാണ് കേട്ടോ. 2/14നെ 2 × 2 × 2 × 5 അല്ലേ. 2 × 2 × 2 × 5. പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നത് ഇവിടെ ഇതാ 5 5 5 2 ഇതിനെ കൊണ്ടൊക്കെ ഗുണിക്കുക കേട്ടോ. 5 × 5 × 5 × 2 ചെയ്തു. ഇപ്പം നമുക്ക് അടിയിൽ ഒരു 100 1000 അങ്ങനെ എന്തോ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടാവും 10ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട്. അപ്പം നമ്മൾ ഈ രണ്ടിനോട് പുതുതായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതിനെ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം മുകളിൽ. കാരണം ഇതൊക്കെ പുതുതായിട്ട് വന്നതാണ് അല്ലേ. നമ്മൾ ഇതിനെ അടിയിൽ 10നെ മൾട്ടിപ്ലൈ ആക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത നമ്പേഴ്സ് അല്ലേ. നമ്മളിതിനെ 5 × 5 × 5 × 2 ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അടിയിൽ എത്ര കിട്ടും? അടിയിൽ നമുക്ക് ഏകദേശം ഒരു 1000 ആണ് അടിയിൽ വരിക. മുകളിലോ 2 × 5 2 × 5 10 ആയി. ഇവിടെ 2 × 5 അതും 10 ആണ്, പിന്നെ ഒരു 5, അതായത് 100 × 5 എന്ന് വരും. അതായത് പിന്നെ ഇവിടെ എന്താട്ട് വരിക, ഒരു 0 കൂടെ ഉണ്ടാവും. അപ്പം നമുക്ക് എത്ര കിട്ടും? 500 ഡിവൈഡഡ് ബൈ ഇങ്ങനെ നമ്പർ കിട്ടും. ഇതിന് ഇങ്ങനെയല്ലാതെ നമുക്ക് വേറെ രൂപത്തിൽ, അതായത് ഇവിടെ ഇത്രയും നമ്പേഴ്സ് ഒന്നും ആഡ് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇപ്പോൾ 2/14 ആയിരുന്നു എടുത്തിരുന്നത്. 14നെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയിരുന്നത്? 14നെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് 2 × 3 2ഉം ഒരു 5ഉം ആണല്ലേ കിട്ടിയിട്ടുള്ളത്. അതിവിടെ ഇതാ 2 × 2 × 2 × 5. ഇവിടെ ഇത് രണ്ടും 10 ആയി ഇല്ലേ. ഇനി അങ്ങനെ നോക്കിയാലും മതി. ഇനി ഇവിടെ ഒരു 5ഉം വേണം, ഇവിടെ ഒരു 5ഉം വേണം, വേറെ ആരും നമുക്ക് വേണ്ട. ഇവിടെ മുകളിൽ ഒരു 2. അപ്പോൾ നമുക്ക് ഇനി ആരൊക്കെ ആഡ് ചെയ്യാണ്ട് 2 5കൾ മാത്രം ഇവിടെ ആഡ് ചെയ്യാനുള്ളൂ. കാരണം ഈ 2ക്ക് ഒരു 5 ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 2 × ഈ 2ക്ക് ഒരു 5നെ ആഡ് ചെയ്ത് കൊടുത്തു 5. ഇനി ഈ 2ഉം ഈ 5ഉം ഇതാ 2 × 5. ഇനി അടുത്ത 2ഉം 5ഉം 2 × 5. ഇനി മുകളിൽ ഓൾറെഡി ഉള്ള 2 ഇൻറ്റു ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് 2 5കൾ 5 × 5 ഇറ്റ്സ് ഈക്വൽ ടു അടിയിൽ നമുക്ക് എത്ര വരിക അറിയും? 10ഉം ഇവിടെ ഒരു 10ഉം ഇവിടെ ഒരു 10ഉം, അതായത് 10 × 10 × 10. മുകളിലോ 2 × 5 × 5 ഇറ്റ്സ് ഈക്വൽ ടു നമുക്ക് ഇത് രണ്ടും ഗുണിച്ചാൽ 25 25 × 2 50 ഡിവൈഡഡ് ബൈ 1000 കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ പോയിന്റ് ആക്കിയിട്ട് എഴുതാം? ഈ 0ക്ക് ഈ നമ്പർ കൊടുത്ത്, ഈ 0ക്ക് ഈ 5ഉം കൊടുത്ത്, ഈ 0ക്ക് ആരുമില്ല. അപ്പോൾ നമ്മളൊരു 0 കൊടുക്കണം, പിന്നെ പോയിന്റ് ഇടണം. 0.050 എന്നാണ് നമ്മുടെ ആൻസർ വരിക.
അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ നമ്പേഴ്സിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നമ്പർ തന്നാൽ അത് 2ൻ്റെയും 5ൻ്റെയും ഫാക്ടേഴ്സ് ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെ ഇതിന് ഡെസിമൽ ഫോം കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ. അപ്പോൾ 3ൻ്റെതോ 7ൻ്റെതോ ഒന്നും ആയിട്ട് കാര്യമില്ല, നമുക്ക് 2ൻ്റെതോ 5ൻ്റെയോ ഫാക്ടേഴ്സേ ആവാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് നമുക്കിതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.